എല്ലാവർക്കും നമസ്കാരം. സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്തവനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബലഹീനൻ. ഒരാൾ കരുത്തനായി തീരുക എന്ന് പറഞ്ഞ് ആത്മനിയന്ത്രണമുള്ളവനായി മാറുക എന്നതാണ്. നമ്മുടെ വൈകാരികതയുടെ താക്കോൽ മറ്റുള്ളവരല്ലല്ലോ കൈകാര്യം ചെയ്യേണ്ടത്, അത് നമ്മൾ തന്നെയാണ്. വില്യം ഹേർലി എഴുതുന്നു, I am the master of my fate. I am the captain of my soul. നമ്മുടെ ജീവിത ഭാഗതയെ നിർണയിക്കുന്നതിൽ നമുക്കുള്ള പങ്ക് വളരെ വലുതാണ്. മഹാത്മാഗാന്ധിയുടെ വിഖ്യാതമായൊരു ചിന്തയുണ്ട്, Nobody can hurt me without my permission. ഒരു മനുഷ്യനും എന്നെ ഉലയ്ക്കാൻ പറ്റില്ല ഞാൻ വിചാരിക്കാതെ. കാരണം എൻ്റെ ചിന്തയുടെയും എൻ്റെ പ്രവർത്തനത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലാണ്. ആൽഫ്രഡ് ടെന്നീസൺ എഴുതുന്നുണ്ട്, സെൽഫ് റെവറൻസ്, സെൽഫ് നോളജ്, സെൽഫ് കൺട്രോൾ, ദീസ് ത്രീ അലോൺ ലീഡ് ലൈഫ് ടു സോവറിൻ പവർ. നമ്മളെക്കുറിച്ച് നമുക്കൊരു മതിപ്പുണ്ടാകണം. നമ്മൾ ദൈവ സൃഷ്ടിയാണ്. നമ്മുടെ കുറവുകളെ പറ്റിയും കഴിവുകളെ പറ്റിയുള്ള ബോധ്യം ഉണ്ടാകണം. അത് സെൽഫ് നോളജാണ്. മറ്റെന്തെല്ലാം അറിവുകൾ സമ്പാദിച്ചാലും നമുക്ക് നമ്മുടെ കഴിവും കഴിവുകളും അറിയുന്നില്ലെങ്കിൽ ഈ നേടിയ അറിവുകൊണ്ട് എന്താണ് പ്രയോജനം? നമ്മൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിക്കാൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഒരു വൈകാരിക പ്രക്ഷുബ്ധതയിൽ നമുക്ക് നമ്മളെ കൈവിട്ടു പോകുന്നുവെങ്കിൽ ആരെ നിയന്ത്രിച്ചിട്ട് എന്താണ് ഫലം? അപ്പോൾ ആത്മനിയന്ത്രണത്തിന് ജീവിത വളർച്ചയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട്. ക്രിസ്തുവിന്റെ വിചാരണ വേളയൊന്ന് നോക്കിക്കേ. പൊട്ടിത്തെറിക്കാവുന്ന എത്രയോ സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. പൊട്ടിക്കരയാവുന്ന എത്രയോ നിമിഷങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അവിടെയൊക്കെ എത്ര ശാന്തമായിട്ടാണ് ക്രിസ്തു പെരുമാറുന്നത്. ജീവിതത്തെക്കുറിച്ച് വലിയ പാഠമാണ് നമ്മിലേക്ക് അവൻ പകർന്നത്. ഒരു ചിന്ത എങ്ങനെയാണ്, യു ക്യാൻ ഓൾവേസ് കൺട്രോൾ ദ വിൻഡ് ബട്ട് യു ക്യാൻ കൺട്രോൾ യുവർ സെയിൽസ്. ജീവിതമാകുന്ന സാഗരത്തിൽ കാറ്റിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റത്തില്ല, പക്ഷേ നമ്മുടെ ജീവിത നൗകയെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങളിൽ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യനെ ഉപമിക്കുന്നത് കോട്ടയിടിഞ്ഞു കിടക്കുന്ന പട്ടണത്തോടാണ്. ആത്മനിയന്ത്രണമില്ലാത്തവന് എന്ത് സുരക്ഷിതത്വമായി ലോകത്തിലുള്ളത്? പരിശുദ്ധാത്മാവിൽ വളരുന്നൊരു മനുഷ്യൻ ആത്മനിയന്ത്രണമുള്ളവനായിരിക്കും. സമർപ്പിതരാകും, ആത്മനിയന്ത്രണത്തോടെ ജീവിക്കാം. സദൃശവാക്യങ്ങൾ 16 അധ്യായം 32 വാക്യം, ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. പരിശുദ്ധാത്മാവിൽ സമർപ്പിതരായി വളരുവാൻ അവിടുത്തെ ജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെടുന്നവരായിട്ടല്ല, ആത്മബലത്തോടെ ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ, അനുഗ്രഹിക്കണമേ. നാഥ, ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.